മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചത്. ഹജ്ജും ഹജ്ജിലേക്കുള്ള തീർത്ഥാടകരുടെ യാത്രയും കഅബയും മക്കയുമൊക്കെ സജീവമായി വിശ്വാസികളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് ദുൽഹിജ്ജ മാസത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ഒരു ചരിത്രം എന്നത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ പൊരുത്തപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഖലീലുള്ള എന്ന പേര് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ലഭിക്കുന്നത് അള്ളാഹുവിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങേയറ്റം സ്നേഹിച്ചു എന്നതാണ്. ജീവിതത്തിൽ അള്ളാഹുവോടുള്ള അഗാധമായ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആ വിലയാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, കുടുംബത്തേക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ പരിഗണിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ യാതൊരു സംശയവുമില്ലാതെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് സാധിച്ചു. അഗാധമായ അള്ളാഹുവിനോടുള്ള സ്നേഹം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിലൂടെ നടത്തി എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥനകളൊക്കെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥന എന്ന സ്വഭാവവും പ്രാർത്ഥന എന്ന ഗുണവും അള്ളാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടവും സ്നേഹവും ഉള്ള ഒരാൾക്ക് ജീവിതത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ തുറന്ന് മനസ്സിരുത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിനോട് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും സ്വയം ഒരു വിചാരണ അതിലൂടെ നമുക്ക് നടത്താൻ സാധിക്കും. കാരണം ജീവിതത്തിൽ അത്രത്തോളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ എല്ലാ ആളുകളും നമ്മെ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല എന്ന് മാത്രമല്ല, നമ്മോട് അസൂയയുള്ള ആളുകൾ, ഇതൊക്കെ ജീവിതത്തിൽ പലരിലും ഉണ്ടാകും. അത് രക്തബന്ധങ്ങളിൽ വരെ ഉണ്ടാകാം. ഇപ്പോൾ സഹോദരന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയുണ്ടാകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സ്വപ്നത്തെക്കുറിച്ച് പിതാവിനോട് പറയുമ്പോ പിതാവ് പറയുന്നത് ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദ. മോനെ, ഈ സ്വപ്നത്തെക്കുറിച്ച് നിന്റെ സഹോദരങ്ങളോട് നീ പറയരുത്. കാരണം അത് നിനക്കെതിരെ തന്ത്രം പ്രയോഗിക്കാൻ, കുതന്ത്രം പ്രയോഗിക്കാൻ കാരണമായി തീരുമെന്ന് പിതാവ് യൂസുഫ് നബി അലൈഹിസ്സലാമയോട് പറയുന്നു. എല്ലാ സഹോദരന്മാരും അങ്ങനെയാണ് എന്നല്ല, വിരളമായി ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം. ജ്യേഷ്ഠനനിയന്മാർ വരെ അസൂയയുള്ള ഒരവസ്ഥയിലേക്ക് ജീവിതത്തിൽ എത്തിയേക്കാം. ഭാര്യ ഭർത്താക്കന്മാർ വരെ എത്തിയേക്കാം. ജീവിതത്തിന്റെ നല്ല കാലത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ച് രണ്ടാളും രണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരാളുടെ വളർച്ചയും ഒരാളുടെ ഉയർച്ചയിലും അസൂയ ഉണ്ടായേക്കാം. മാതാവും പിതാവും മക്കളും തമ്മിൽ പരസ്പരം തെറ്റിയാലും ചില സന്ദർഭങ്ങളിലെങ്കിലും അസൂയയുടെ ചില കാര്യങ്ങൾ ആ തെറ്റലിന്റെ അവസ്ഥയിൽ വരെ ഉണ്ടായേക്കാം. ഉണ്ടാകുമെന്നല്ല, അങ്ങനെയാണ് എല്ലാവരും എന്നുമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും നമ്മോട് ഇഷ്ടമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അത് ഏത് സന്ദർഭങ്ങളിലുമാണ്. നാം വലിയ കുറ്റം നടത്തി, നാം വലിയ പാപങ്ങൾ ചെയ്ത് പിന്തിരിഞ്ഞു പോകുമ്പോഴും ആ പാപങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന് ആത്മാർത്ഥമായി അല്ലാഹുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നമ്മെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ഇഷ്ടം തുറന്ന് നമ്മെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന റബ്ബിന്റെ മുൻപിൽ
നമ്മളൊന്ന് നമസ്കാരം കഴിഞ്ഞാൽ ഒന്ന് കൈ ഉയർത്താൻ, നമ്മുടെ കാര്യങ്ങളൊന്ന് പറയാൻ യഥാർത്ഥത്തിൽ നമുക്ക് അതിലൊരു സന്തോഷം വേണ്ടേ? അതിൽ നമുക്കൊരു ഉറപ്പുമുണ്ട്. ബാക്കിയുള്ളവരോടുള്ള സംസാരം പോലെയോ ബാക്കിയുള്ളവരോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് പോലെയോ അല്ല. നാം പറയുന്ന കാര്യം, നമ്മുടെ സംസാരം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ രഹസ്യ സംഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെന്ന് അല്ലാഹു നമുക്ക് ഉറപ്പ് തരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു റബ്ബിനോട്, അങ്ങനെ ഒരു റബ്ബിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയണം. ഇനി ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറയുന്നത്. ഇനി എന്നോട് ഇഷ്ടമുള്ള, എന്നോട് സ്നേഹമുള്ള, എന്റെ വളർച്ചക്ക്, എന്റെ ഉയർച്ചക്ക് കാരണമായി തീർന്ന എന്റെ റബ്ബിനോട് ഞാനിനി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്, സംസാരിക്കുകയാണ്, രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് എന്ന ഒരു മനസ്സ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഒന്നാണ്. ആ ഇഷ്ടമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ പ്രകടിപ്പിച്ചത്. ഒരുപാട് പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലൊരു പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, 40 or 50 വർഷം, ഏകദേശം 40 or 50 വർഷത്തിനിടയിൽ മക്കളില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിക്കുകയാണ് വിവാഹത്തിന് ശേഷം. അപ്പോഴൊക്കെ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നീ പ്രദാനം ചെയ്യണം റബ്ബേ. അപ്പൊ അതിൽ നമുക്കൊരു ഗുണപാഠം, ഒന്ന്, ഇബ്രാഹിം നബി ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നതാണ്, റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രയാസമാണ് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതാവുക എന്നത്. അപ്പോൾ ആ മക്കളില്ലാതെയാകുമ്പോൾ ഇബ്രാഹിം നബിയുടെ മുൻപിൽ നമ്മുടെ പുതിയ കാലത്തെ ഒരു പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മതമനുസരിച്ചാണെങ്കിൽ കുറെ ആളുകളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ദുആ ചെയ്യാം. ഒരുപാട് ആളുകളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് മധ്യവർത്തിയാക്കാം. ഒരുപാട് ആളുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായോ? ഇല്ലല്ലോ. ഇബ്രാഹിം നബി വർഷങ്ങൾ, 40 വർഷത്തോളമുള്ള പ്രാർത്ഥന ഒരേ പ്രാർത്ഥനയാണ്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ നീ പ്രദാനം ചെയ്യണം റബ്ബേ. അപ്പൊ ആ പ്രാർത്ഥന മാത്രം, വേറെ ആരോടുമില്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള തെറ്റായ ഒരു ധാരണ, മുഹമ്മദ് നബിയെ, ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ മുൻപ്, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുൻപ് മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ്. അത് ശരിയല്ല. കാരണം അങ്ങനെ വന്ന ആ ഹദീസ് ലഈഫാണ്, ദുർബലമാണ്. അതുകൊണ്ട് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആദം നബിക്ക് ഒരു പ്രയാസം വന്നപ്പോ ഈ പ്രകാശത്തെ മധ്യവർത്തിയാക്കി പ്രാർത്ഥിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമക്ക് ഒരു പ്രയാസം വന്നപ്പോ ഈ പ്രകാശത്തെ മധ്യവർത്തിയാക്കി പ്രാർത്ഥിച്ചു. വകാന ഫി സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസ്വാറ ലഹ്ബുഹാ മുഹമ്മദ. ഇബ്രാഹിം നബിയെ നമ്രൂദ് രാജാവിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഈ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ടായിരുന്നു. ഇതൊരു തെറ്റായ വിശ്വാസമാണ്. കാരണം ലോകത്തു വന്ന ഒരു പ്രവാചകന്മാരും വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന പോലും അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥന പോലുമില്ല. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ നമ്മൾ എടുത്തു വായിച്ചാൽ റബ്ബി, അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളല്ലാതെ ഒരു വ്യക്തിയെ വിളിച്ച്, ഒരു പ്രവാചകനെ വിളിച്ച്, മരണപ്പെട്ടു പോയ ഒരാളെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രവാചകന്മാരുടെ മഖ്ബറകളെ, ദർഗകളെ മധ്യവർത്തിയാക്കി ഒരു പ്രാർത്ഥന കാണാൻ കഴിയൂല. കാരണം എന്താ? പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മക്കൾക്ക് വേണ്ടി ഒരുപാട് കാലം പ്രാർത്ഥിച്ചു. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പ്രത്യേകമായ ചില സ്ഥലങ്ങളുണ്ട്, പൈതൽ ജാറം. അതെന്താണ് ആ ജാറത്തിന്റെ പ്രത്യേകത? മലപ്പുറം ജില്ലയിലെ ഒരു ജാറമാണ്. ഒരു 3-4 വർഷമൊക്കെ ആളുകൾ ഇങ്ങനെ ഒന്ന് നോക്കും, കുട്ടികൾ ഉണ്ടാവുമെന്ന്. വേണമെങ്കിൽ ഒരു 5-6 വർഷമൊക്കെ ഒരു ഖുതുബയും പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരു ദമ്മിലാണ് പോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ അസ്വസ്ഥരാകും. കാരണം അയൽവാസികളും മറ്റുള്ളവരൊക്കെ വന്ന് പറയും, നിങ്ങളൊന്ന് പോയി നോക്കി, നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കി, എത്ര ആളുകൾക്കാണ് അവിടെ പോയിട്ട് മക്കൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു അവസ്ഥയാണ്. എന്നാൽ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഈമാനിന്റെ, വിശ്വാസത്തിന്റെ ദൃഢമായ ഒരവസ്ഥ,
അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകാരനാണ് എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം 40 വർഷത്തോളം മക്കളില്ലാതെ ജീവിക്കാൻ, എന്നിട്ടും പ്രാർത്ഥനയാരോടാ? അള്ളാഹുവിനോട് മാത്രം. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറയിലെ 49-50 വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഒരു സന്ദേശമുണ്ട്. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യം അത് അല്ലാഹുവിനാണ്. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതിനെ അല്ലാഹു സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പെൺകുട്ടികളെ നൽകും. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ആൺകുട്ടികളെ നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാഥ, അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അല്ലാഹു ഇടകലർത്തി നൽകും. വയജ്അലു മൻ യശാഉ അഖീമാ, ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ നൽകാതെ വന്ധ്യരാക്കും. ഇന്നഹു അലീമുൻ ഖദീർ, കാരണം കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവനും എല്ലാത്തിനും കഴിയുന്നവനും അല്ലാഹുവാണ്. അപ്പൊ അത് അല്ലാഹു പറഞ്ഞതാണ്, ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെ മാത്രം നൽകും. അപ്പൊ പെൺകുട്ടി ഒന്നും ഉണ്ടാകണം, അതിനെന്ത് വേണം? അതിന് ഇന്ന സ്ഥലത്ത് പോകണം, അതിന് ഇന്ന ശൈഖിനെ കാണണം, അതിന് ഇന്ന ദർഗയിൽ പോകണം. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് അത് അല്ലാഹു പറഞ്ഞതാണ്, ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെ നൽകുള്ളൂ, ചില ആളുകൾക്ക് അല്ലാഹു പെൺകുട്ടികളെ നൽകും, ചിലർക്ക് അല്ലാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകും, ചിലരെയോ വയജ്അലു മൻ യശാഉ അഖീമാ, ചിലർക്ക് അല്ലാഹു മക്കളെ നൽകൂല. അതെന്താണ്? അലീമുൻ ഖദീർ, അത് അല്ലാഹുവിന്റെ ഒരു ഖലാ ആണ്. അത് മക്കളെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കൊടുക്കാൻ പറ്റൂല. അയാൾക്ക് മക്കളെ കൊടുത്താൽ അയാൾക്ക് അതുകൊണ്ട് അതിലേറെ വലിയ പരീക്ഷണം ഉണ്ടാകും. അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും അറിയുന്നവനും എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നവനുമാണ്. അത് അള്ളാന്റെ ഒരു പരീക്ഷണമാണ്. അപ്പോ ചില ആളുകൾക്ക് മക്കൾ ഉണ്ടാവില്ല. ഭൗതികമായ ചികിത്സ നമുക്ക് എന്തും നടത്താം, അനുവദനീയമായത്. അതിനപ്പുറം ഇതിനു വേണ്ടി ആത്മീയമായ കേന്ദ്രങ്ങൾ എന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഇസ്ലാമിലില്ല. അതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഒരു ഗുണപാഠം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ വഹബലി അലൽ കിബരി, എന്റെ അങ്ങേയറ്റത്തെ പ്രായാധിക്യത്തിൽ എനിക്ക് മക്കളെ നൽകിയ, ഇസ്മാഈല വ ഇസ്ഹാഖ, ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും എനിക്ക് നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, എന്റെ റബ്ബാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന റബ്ബി, തീർച്ചയായും എന്റെ റബ്ബ്, ലസമീഉ, കേൾക്കുന്നവൻ തന്നെയാണ്, അദ്ദുആ, പ്രാർത്ഥന. പ്രാർത്ഥന ആരെ കേൾക്കുള്ളൂ? അല്ലാഹ് കേൾക്കുള്ളൂ. അതുകൊണ്ട് ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ആരോടാ സഹായം തേടേണ്ടത്? അള്ളാഹുവിനോട് മാത്രം. ശേഷം ഇബ്രാഹിം നബി പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി, എന്റെ റബ്ബേ. ഖുർആനിലെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയാണ്, റബ്ബി, എന്റെ റബ്ബേ. അല്ലാഹുമ്മ, അല്ലാഹുവേ. ഇങ്ങനെയല്ലാതെ ഒരു പ്രാർത്ഥന ഖുർആനിൽ ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ പലതും പ്രാർത്ഥിക്കും. ഒന്ന് വീഴാൻ പോയാൽ നാവ് അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ്. അത് വലിയ പാപമാണ്, കൊടും ശിർക്കാണ്. റബ്ബി, എന്റെ റബ്ബേ, ഇജ്അൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി, എന്നെയും എന്റെ സന്താനങ്ങളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം റബ്ബേ. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണം റബ്ബേ. അതാണ് മക്കളുണ്ടായി. എന്നിട്ട് പ്രാർത്ഥന എന്താ? അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണം റബ്ബേ എന്നതാണ്. ഇപ്പൊ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണത്. 10 വയസ്സ് കഴിഞ്ഞാല് നമസ്കാരം നിർബന്ധമാണ്. 10 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്കും 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കും, അതിന് മുകളിൽ എത്ര പ്രായമായാലും ഒരേ നിബന്ധനയാണ് ഇസ്ലാമില്. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മൾ കൂടുതൽ വിവരമുള്ള ആളുകളായതുകൊണ്ട് പലപ്പോഴും വീടുകളിൽ എന്താ സംഭവിക്കുക വെച്ചാല്, നമ്മളൊരു 10-11 വയസ്സായ കുട്ടികളൊന്നും പള്ളിയിലേക്ക് ചിലരൊന്നും കൊണ്ടുവരില്ല. നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പും കുട്ടികൾക്ക് ഒരു 4-5 വയസ്സാകുമ്പോഴൊക്കെ വിചാരിക്കും, എന്റെ കുട്ടിക്ക് 10 വയസ്സായാലും എന്റെ കൂടെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ കുട്ടി വലുതായാല് നമുക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടാവില്ല. നമ്മൾ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് നമ്മുടെ ചിന്തയൊക്കെ അതിന്റെ അപ്പുറം പോയി. അതിപ്പോ 10-ാം വയസ്സിലൊക്കെ ഇപ്പൊ സുബൈക്ക് എഴുന്നേൽപ്പിക്കണോ,
12-ാം വയസ്സിലൊക്കെ ഇപ്പൊ തട്ടി എഴുന്നേൽപ്പിക്കണോ? അപ്പൊ അതൊരു ശരിയായ ചിന്തയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധി എത്ര വളർന്നാലും, നമ്മൾ എത്ര സൈക്കോളജി പഠിച്ചാലും, എത്ര മാനസികമായ ശാസ്ത്രത്തെക്കുറിച്ച് അവബോധം ഉണ്ടായാലും 10 വയസ്സ് കഴിഞ്ഞോ ആ കുട്ടി നമ്മുടെ കൂടെ പള്ളിയിൽ ഉണ്ടാകണം. അത് ഇസ്ലാമിന്റെ നിർബന്ധമാണ്. പിന്നെ നമസ്കാരം നിർബന്ധമാണ്. അതാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ എന്നെയും എന്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം റബ്ബേ. അപ്പൊ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തലാത്തു ദഅവാത്തിൻ, 3 പ്രാർത്ഥനകൾ ലാ തുറദ്ദു, അതൊരിക്കലും അള്ളാഹു തട്ടിമാറ്റൂല. 3 പ്രാർത്ഥനകൾ ഒരിക്കലും അള്ളാഹു തട്ടിമാറ്റുകയില്ല. അതിലൊന്ന് ദഅവത്തുൽ വാലിദി, മക്കൾക്ക് വേണ്ടി പിതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മളെല്ലാ പ്രാർത്ഥനയിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ നന്നാകാൻ, മക്കൾ അധാർമികതയിൽ നിന്ന് രക്ഷപ്പെടാൻ, മക്കൾ നല്ലവണ്ണം പഠിക്കാൻ, മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ, മക്കൾക്ക് നല്ല സംസ്കാരമുണ്ടാകാൻ, ഈ പ്രാർത്ഥന അള്ളാഹു തട്ടിമാറ്റില്ല. മറ്റൊന്ന് വദഅവത്തു സ്വാഇമി, വ്രതമനുഷ്ഠിച്ചവന്റെ പ്രാർത്ഥനയാണ്. മറ്റൊന്ന് വദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. യാത്ര എന്നത് ക്ലേശകരമായ ഒന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി യുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിനോടുള്ള അഗാധമായ സ്നേഹത്തിൽ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതിനു വേണ്ടിയുള്ള ശ്രമവും നടത്തിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. രണ്ടാമത്തേത്, പരലോകത്ത് കുടുംബത്തെയും മക്കളെയും വിശ്വാസികളെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള പ്രാർത്ഥനയാണ്. റബ്ബി ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. റബ്ബി, എന്റെ റബ്ബേ, അതാണ് റബ്ബി, എന്റെ റബ്ബേ. ഇഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം റബ്ബേ. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണം റബ്ബേ. വലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണം റബ്ബേ. യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസം. അത് നമ്മുടെ പ്രാർത്ഥനയിൽ വരേണ്ടതാണ്. ഏത്? എനിക്കും എന്റെ മാതാപിതാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും എന്റെ സഹോദരങ്ങൾക്കും അള്ളാഹുവേ നീ പരലോകത്ത് പുറത്തു കൊടുക്കണം റബ്ബേ എന്ന്. പക്ഷെ ഇതില് പിതാവിന്റെ കാര്യം ഇബ്രാഹിം നബിയെ അള്ളാഹ് തിരുത്തി. പിതാവിന്റെ കാര്യം തിരുത്തി. പിതാവിനോട് സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോരുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന്. പക്ഷെ അള്ളാഹു ഒരു തിരുത്തി. കാരണം പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കണത്? പരലോകത്തിൽ വിശ്വാസം ഇല്ലല്ലോ, പിന്നെ അയാൾക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കണത്? അപ്പോൾ ഇസ്ലാമിൽ പറ്റൂല. അവിടെ പുറത്തു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന പാടില്ല, കാരണം ആ വിശ്വാസമല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിമ ലി അബീഹി ഇല്ലാ അൻ മൗഇദതി വഅദഹാ ഇയ്യാഹു. ഇബ്രാഹിം നബി ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സലാമുൻ അലൈക, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെ പരലോകത്തിന്റെ കാര്യത്തിലില്ല, ഇവിടെ നന്മ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. അപ്പൊ അതൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു, എന്നാൽ അല്ലാഹുവിന്റെ ശത്രുവാണ് പിതാവ് എന്ന് മനസ്സിലായി. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറി. ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിനയാന്വിതനും സഹനശീലനുമായിരുന്നു. അതാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിന്ന് പിന്നീട് പിന്മാറി. കാരണം പിതാവിന് പരലോക വിശ്വാസമല്ല, സ്വർഗത്തിൽ വിശ്വാസമല്ല, നരകത്തിൽ വിശ്വാസമല്ല. സ്വർഗം നരകം എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കണ്ട. പിന്നെ അങ്ങനത്തെ ആളുകൾക്ക് ആ വിശ്വാസമല്ലല്ലോ, പിന്നെ അത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയുന്നത് ഈ ചോദ്യം പല വഴിക്ക് പല രൂപത്തിൽ ആധുനിക കാലത്ത് വരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് അങ്ങനെ ഒരു വിശദീകരണം നൽകിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരലോകത്ത് വെച്ച് കാണും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. യൽഖാ ഇബ്രാഹിം അബാഹു ആസറ യൗമൽ ഖിയാമ, പിതാവിനെ പരലോകത്ത് വെച്ച് കാണും. വഅലാ വജ്ഹി ആസറ ഖത്റത്തും വഗബറത്തുൻ, പിതാവിന്റെ മുഖത്തൊക്കെ നിറച്ച് പൊടിപടലങ്ങൾ പുരണ്ടിട്ടുണ്ടാകും. അപ്പോ പിതാവിനോട് ഇബ്രാഹിം നബി ചോദിക്കും, ഞാൻ എന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതാണല്ലോ, നിങ്ങളത് സ്വീകരിച്ചില്ലല്ലോ. മോനെ, ഞാൻ സ്വീകരിക്കാൻ റെഡിയാണെന്ന് പറയും. പക്ഷേ ആ സമയത്ത് സ്വീകരിച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ചോദിക്കും, യാ ഇബ്രാഹിം മാ തഹ്ത റിജ്ലൈക്, ഇബ്രാഹിം നിന്റെ കാലിന്റെ ചുവട്ടിൽ എന്താണ്? ഫയൻദുറു, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കും.
ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖിൻ, അപ്പോഴുണ്ടാകും ഒരു കഴുതപ്പുലിയുടെ, ചെളിയിൽ ഒരു കഴുതപ്പുലിയുടെ രൂപം. ഫയുഖദു ബിഖബാഇഹിമി ഫയുൽഖാ ഫിന്നാരി, അതിനെ പിടിച്ചുകൊണ്ട് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അപ്പൊ അതിന്റെ വിശദീകരണത്തിൽ എന്താണെന്നറിയോ? ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, പടച്ചവനെ പരലോകത്ത് നീ എന്നെ വഷളാക്കരുത് റബ്ബേ. അപ്പൊ പിതാവിന്റെ രൂപത്തിൽ കൊണ്ടുവരാതെ ഒരു ജീവിയുടെ രൂപത്തിൽ കൊണ്ടുവരുന്നു എന്നതാണ് അതിന്റെ വിശദീകരണം. ഇതൊന്നും കഥയല്ല, ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളാണ്, നാളെ സംഭവിക്കുന്നതാണ്. അതാണ് നമ്മെ വിശ്വാസികളാക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം എന്നത് അള്ളാഹുവോട് അങ്ങേയറ്റം ഇഷ്ടവും സ്നേഹവുമുള്ള ജീവിതമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, പിതാവിനെ വിട്ടുപോരാൻ എത്രയോ പ്രദേശങ്ങളിലൂടെ 6ഓളം രാഷ്ട്രങ്ങൾ സഞ്ചരിക്കാൻ, അവസാനം ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ, ഉണ്ടായ മകനെ മക്കാ മണലാരുണ്യത്തിൽ താമസിപ്പിക്കാൻ, ആ മകൻ സഹായിയായി തീരുന്ന സമയത്ത് ആ മകനെ ബലിയിറക്കാൻ, ഇതിനൊക്കെ തയ്യാറായ, പരീക്ഷണങ്ങൾ ഒരുപോലെ ഏറ്റെടുത്ത ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ഹാജറിന്റെയും ഒക്കെ ഓർമ്മകളാണ് ഹജ്ജിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് ഈ ചരിത്രവും ഈ വിശ്വാസവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗവും ഒക്കെ വിശ്വാസികൾ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.